വേണ്ട, നല്ല ബലം പിടിക്കുന്നുണ്ട്. ഫ്രീ ആയിട്ട്. ഈ ബസ്സിന്റെ പുറകിലാണ് നമുക്ക് പോകേണ്ടത്. അപ്പോൾ അതിനനുസരിച്ച് നമ്മുടെ വണ്ടിയുടെ പൊസിഷൻ പതിയെ മതി. കൂടുതൽ തിരിച്ചെന്ത് പറ്റും, റൈറ്റിലേക്ക് പോകും. കുറവാണ് തിരിക്കുന്നതെങ്കിൽ വണ്ടി ലെഫ്റ്റിൽ തട്ടും. ശരിയല്ലേ? ഫ്രണ്ട് നോക്കി അതിനെ ലെവൽ ചെയ്ത് കൊടുത്തോണ്ടിരിക്കും. നമ്മുടെ ആവശ്യം കഴിഞ്ഞാ, ക്ലച്ചിന്റെ ആവശ്യം കഴിഞ്ഞാ അപ്പൊ ഫ്രീ ആക്കി കൊടുക്കുക ക്ലച്ചിന്. ഇനി എന്ത് ചെയ്യേണ്ടി വരും? ലൈറ്റായിട്ട് ആക്സിലേറ്റർ കൊടുത്തു. ആക്സിലേറ്ററിലായി വണ്ടി, ശരിയല്ലേ? അത് ഇടയ്ക്കിടയ്ക്ക് ഡ്രോപ്പ് ചെയ്യരുത്. ഡ്രോപ്പ് ചെയ്യുമ്പോൾ വണ്ടി ഇങ്ങനെ ഷേക്ക് ആവാൻ തുടങ്ങും. കണ്ടാ? ഒരൊറ്റ പോയിന്റിൽ തന്നെ അതിനെ കറക്റ്റ് ചെയ്ത് കൊടുത്തോണ്ടിരിക്കും. ഓക്കെ അല്ലേ? വിട്ട് കളയരുതില്ല. നമ്മൾ തന്നെ ആയിരിക്കണം അതിനെ ലൂസ് ചെയ്ത് കൊടുക്കേണ്ടത്. ഇതിപ്പോ കാലിങ്ങനെ എടുത്ത് കളയുക ചെയ്യുന്നത്. പോവാം. ഇപ്പൊ ഫസ്റ്റ് ഗിയറിന്റെ മാക്സിമം സ്പീഡായി, ശരിയല്ലേ? അപ്പൊ ആക്സിലേറ്റർ മാറ്റി, ക്ലച്ച് ഫുള്ള് ചവിട്ട്, സെക്കൻഡിലേക്ക് മാറും. ക്ലച്ച് ലൈറ്റായിട്ട് ഫ്രീ ആക്കി കൊടുക്കും. ലൈറ്റായിട്ട് ഫ്രീ ആക്കി കൊടുക്കും. എപ്പോൾ ക്ലച്ച് ഫുള്ള് റിലീസായോ അപ്പോൾ ആക്സിലേറ്റർ നമുക്ക് ഉപയോഗിക്കാം. ഫ്രണ്ടിൽ തിരക്കില്ലെങ്കിൽ. ഓക്കെയാണ്? ഇപ്പോൾ സെക്കൻഡ് ഗിയറിന്റെ മിനിമം സ്പീഡിൽ നിന്ന് ഉയർന്നുകൊണ്ടിരിക്കുക നമ്മൾ ആക്സിലേറ്റർ കൊടുത്ത്. ശരിയാണ്? അതിന്റെ മാക്സിമം ആകുമ്പോൾ എന്ത് പറ്റും? വണ്ടിയുടെ സൗണ്ട് പുറത്ത് വരാൻ തുടങ്ങും, റേസ് ആവാൻ തുടങ്ങും വണ്ടി. ആളുകൾക്ക് വേണ്ടി ചെറുതായിട്ട് മാറണം. ഇപ്പം ആക്സിലേറ്റർ വേണ്ട, അത്രയും മതി. നല്ല ബലം പിടിക്കുന്നുണ്ട്, ആ ബലം കൂടെ കുറയ്ക്കുക കേട്ടാ. ആരോഗ്യം വേണം സത്യത്തിൽ തിരിക്കാൻ. പക്ഷെ ആരോഗ്യം എടുത്താതിരിക്കുന്നത്. ആക്സിലേറ്റർ വേണോ? അപ്പൊ പയ്യെ കാലൊന്ന് ബ്രേക്കിൽ വാ. മതി. അപ്പൊ ഞാനൊന്ന് സപ്പോർട്ട് ചെയ്ത് കേട്ടാ. ആ കയ്യിലെ ആരോഗ്യം കൂടെ കുറച്ചാൽ വണ്ടി ഈസി ആയിട്ട് നമുക്ക് ഹാൻഡിൽ ചെയ്യാൻ പറ്റും. ഇത്തിരി കൂടെ വേഗത കൊടുക്കുക. വണ്ടിയുടെ സൗണ്ട് റേസ് ആവുന്നതാണ്ടാ, അതിനർത്ഥം എന്തായിരിക്കും? ആ സെക്കൻഡ് ഗിയറിന്റെ മാക്സിമം പവർ നമ്മൾ യൂസ് ചെയ്തെന്നാ. ഓക്കെ, നമുക്കിനി ഫ്രണ്ടിൽ തിരക്കില്ല, വേഗത എടുക്കാൻ പറ്റുമെങ്കിൽ നമുക്കൊരു ഗിയറിനെ പ്ലസ് ചെയ്യാൻ പറ്റും. ശരിയല്ലേ? ഫ്രണ്ടിൽ തിരക്കുണ്ട്, പറ്റില്ല എങ്കിൽ എന്ത് ചെയ്യണം? വേഗത എടുക്കാൻ പറ്റും. അപ്പൊ ആക്സിലേറ്ററിനെ കുറച്ച് മൈനസ് ആക്കി കൊടുക്കണം, വേഗത കുറയ്ക്കണം നമ്മൾ. അതെ, ഒരുമിച്ചല്ല, ബ്രേക്കിന് ഈക്വൽ ആയിട്ട് ക്ലച്ചിനെ കൊണ്ടുവരണം. റൈറ്റ് ഇൻഡിക്കേറ്റർ ഓൺ ചെയ്യും. ഓക്കെ അല്ലേ? കാലെവിടെ വരണം? സപ്പോർട്ട് ചെയ്യും. ചെയ്തിട്ടുണ്ടോ? ടെൻഷൻ ആവരുത്. ബ്രേക്ക് പയ്യെ ഫ്രീ ആക്കി കൊടുക്കും. എന്നിട്ട് ലൈറ്റായിട്ട് തിരിഞ്ഞു പോവാം. ബ്രേക്ക് ഫ്രീ ആക്കി കൊടുക്കും. ഫ്രീ ആക്കിയില്ല, ബ്രേക്ക് ചെയ്യും. ക്ലച്ചും ചവിട്ട്, സ്റ്റാർട്ട് ചെയ്യും. മതി. ന്യൂട്രലാക്കും. ഫസ്റ്റ് ഗിയർ ഇടും. ബ്രേക്ക് വിടരുത്. നേരത്തെ പറഞ്ഞില്ലേ, ഒരു കയറ്റത്തിലാണ് വണ്ടി ഇപ്പൊ നിൽക്കുന്നത്. അപ്പൊ എന്ത് ചെയ്യണം? റൈറ്റിംഗ് പോയിന്റിലാക്കണം ആദ്യം. ആക്കും. വേറെ ആരെ ശ്രദ്ധിക്കണ്ട. ആയാ? ബ്രേക്ക് ലൈറ്റായിട്ട് ലൂസായാ? ഇനി പയ്യെ ആക്സിലേറ്റർ ഒന്ന് സപ്പോർട്ട് ചെയ്യണം. മതി, ഒരുപാട് വേണ്ട. ഫ്രണ്ടിലേക്ക് തന്നെ നോക്കും. ഒന്നിലധികം കാര്യങ്ങൾ തലയിലിടരുത്. ഞാൻ നേരത്തെ പറഞ്ഞ് ഒരു റോബോട്ടിനെ പോലെ ഇരുന്നോണം. ജസ്റ്റ് എൻ്റെ കമാൻഡ് മാത്രം ഒന്ന് ഫോളോ ചെയ്തുകൊണ്ടിരുന്നാൽ മതി. സാറൊന്ന് ഫ്രീ ആകാൻ വേണ്ടിയിട്ടാണ്. കൈ നേരെ വിടുക. ഫുൾ സ്പീഡായില്ലേ? അപ്പൊ എന്ത് ചെയ്യണം? ആക്സിലേറ്റർ ഒന്ന് കാലിടും. ക്ലച്ച് ഫുള്ള് ചവിട്ട്. സ്റ്റിയറിംഗ് നമുക്ക് ആ ഗ്രൗണ്ടിൽ പോയി ഒന്ന് റെഡിയാക്കണം. ടേണിങ് എടുക്കുന്ന ശരിയല്ല. ക്ലച്ച് ഫ്രീ ആക്കി കൊടുക്കുക. ഓക്കെ ആണ്? ഫ്രീ ആക്കും. ഫ്രീ ആയിട്ടില്ല ഇപ്പോഴും ക്ലച്ചിലാണ് വണ്ടി പോകുന്നത്. കുഴപ്പമില്ല, സ്ലോ ചെയ്യും. ആക്സിലേറ്റർ വേണ്ട. ലെഫ്റ്റ് ഇൻഡിക്കേറ്റർ ഓൺ ചെയ്ത്, ഈ ലെഫ്റ്റാണ് നമുക്ക് എടുക്കേണ്ടത്. പയ്യെ ടേൺ ചെയ്ത് പോകാം. അത്രയും വേണ്ട, ബ്രേക്ക് അത്രയും വേണ്ട. ക്ലച്ച് ഒന്ന് സപ്പോർട്ട് ചെയ്യും. ഒരു ഇത്തിരി ആക്സിലേറ്റർ ഒന്നും വേണ്ട, ക്ലച്ച് മാത്രം ഒരു ഇത്തിരി ലൂസ് ചെയ്ത് ഒരു പൊട്ടിക്ക് മതി. അതുപോലെ സ്ട്രൈറ്റ് ചെയ്ത് പോവാം. വന്നിട്ടില്ല, നല്ല ടെൻഷൻ ആകട്ടാ. പോട്ടെ. പയ്യെ ആക്സിലേറ്റർ കൊടുക്കണം. എപ്പോൾ ആക്സിലേറ്റർ കൊടുത്താലും ക്ലച്ച് റിലീസ് ആവണം. ആയാ? ഫ്രണ്ടിലെ റോഡ് ഫ്രീ അല്ലേ? വണ്ടിയുടെ സൗണ്ട് റൈസ് ആയില്ലേ? അപ്പൊ എന്ത് ചെയ്യണം? ക്ലച്ച് ഫുള്ള് ചവിട്ടി എന്നിട്ട് ആദ്യം ക്ലച്ച് റിലീസ് ചെയ്ത് കൊടുക്കും. റിലീസായാ? ചെയ്തിട്ടില്ല ഇപ്പോഴും. ആയാ? ഇനി പയ്യെ ആക്സിലേറ്റർ സപ്പോർട്ട് ചെയ്ത് കൊടുക്കും. നമുക്കിത് ആ ഗ്രൗണ്ടിൽ, അതിനാ ഞാൻ ഗ്രൗണ്ടിലേക്ക് വന്നത്. നമുക്ക് ആ ഓട്ടോ തിരിക്കുന്നതിന് മുന്നിൽ ആ ഒരു സ്പേസ് കണ്ടോ? ഒരു ലെഫ്റ്റിലേക്ക് റോഡുണ്ട്.
ആ ഇൻഡിക്കേറ്റർ ഓൺ ചെയ്യും. ഈ ഗിയറിൽ പോകാൻ പറ്റുമോ? അപ്പൊ ക്ലച്ച് വേണം. ബ്രേക്കിൽ വേഗത കുറയ്ക്കും. ക്ലച്ച് ഫുള്ള് ചവിട്ട്, സെക്കൻഡ് ആക്ക്. ബ്രേക്കിലൊന്ന് വേഗത കുറയ്ക്കും. മതി. ബ്രേക്ക് പയ്യെ ലൂസ് ചെയ്തുകൊണ്ട് തിരിക്കും. ബ്രേക്ക് ചെറുതായിട്ട് ലൂസ് ചെയ്യണം. നേരെ ആക്കി. നേരെ ആയിട്ടില്ല. ടെൻഷൻ ആവാതെ പോട്ടെ പോട്ടെ. ഫ്രീ ആക്കി. ബ്രേക്ക് ഫ്രീ ആക്കി. കൈ പല സ്ഥലത്താണ് വരുന്നത്, ശരിയല്ലേ? പോട്ടെ. ബ്രേക്ക് ഫ്രീ ആക്കി. ക്ലച്ച് റിലീസ് ചെയ്ത് കൊടുക്കും. പയ്യെ ലൈറ്റായിട്ട് ആക്സിലേറ്റർ കൊടുക്കും. എല്ലാം നമുക്ക് പോകാനാണ്. നമുക്ക് ആ റൈറ്റ് ടേൺ എടുക്കാനാണ്. കൊടുത്തു. ഇനി എന്ത് ചെയ്യേണ്ടി വരും? അവിടെ ആക്സിലേറ്റർ വേണം. കാരണം വേറെ എവിടെ വരണം? കാല് അടുത്ത കാലം എവിടെ വരണം? ബ്രേക്ക് കൂടുതൽ പ്രസ് ചെയ്താൽ എന്ത് പറ്റും? അപ്പൊ ബ്രേക്കിലൊന്ന് കാല് വെച്ചാൽ മതി. നമ്മുടെ ആവശ്യത്തിന് ഇവിടെ ഫ്രണ്ട് തന്നെ നോക്ക്. കുറേശ്ശെ തിരിക്കും. മതി. വണ്ടി ഓൾറെഡി തിരിഞ്ഞു വരുന്നുണ്ട്. ഇനി തിരിക്കണ്ട, ശരിയല്ലേ? ഇനി കുറേശ്ശെ അതിനെ നേരെയാക്കി കൊടുക്ക്. വാ ശ്രദ്ധ വേറെ എങ്ങും പോവരുത്. ആ കാറിലേക്ക് നോക്കിയില്ലേ? എല്ലാ ടേണിങ്ങിലും അങ്ങനെ നോക്കുന്നതുകൊണ്ടാണ് ഞാനിവിടെ സപ്പോർട്ട് ചെയ്യേണ്ടി വരുന്നത്, ശരിയല്ലേ? നമുക്ക് ലെഫ്റ്റാ പോകേണ്ടത്. ഇൻഡിക്കേറ്റർ കാലവിടെ വരണം. ബ്രേക്ക് കൂടുതൽ ചവിട്ടിയാൽ വണ്ടി നിന്ന് പോകും. പയ്യെ ടേൺ എടുക്കും. ബ്രേക്ക് ഫ്രീ ആക്കി കൊടുക്കും. ഓക്കെ അല്ലേ? അതുകൊണ്ട് വൈബ്രേറ്റ് ചെയ്യുന്നത് നേരെയാക്കി. നമ്മൾ കൂടുതൽ ബ്രേക്ക് ചെയ്യുന്നതുകൊണ്ടാണ് വണ്ടി ഒരു കയറ്റം കയറിക്കൊണ്ടിരിക്കുകയായിരുന്നു. വേണ്ട, ഈ ഇതിനകത്താ. അപ്പൊ എന്ത് പറ്റും? ആക്സിലേറ്റർ കൊടുത്താൽ വണ്ടി തെറിക്കും. വീണ്ടും ഹമ്പ് വന്നാണ്ട. ബ്രേക്കിൽ വണ്ടി വൈബ്രേറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ അതിന് ഈക്വൽ ആയിട്ട് ക്ലച്ചിനെ കൂടെ സപ്പോർട്ട് ചെയ്താൽ ആ വൈബ്രേഷൻ മാറും. റൈറ്റ് ഇൻഡിക്കേറ്റർ. നമുക്ക് ഈ ഗ്രൗണ്ടിൽ ഇതൊന്ന് റെഡിയാക്കാം. സ്റ്റിയറിംഗ് ഒന്ന് പതിയെ റൈറ്റിലേക്ക് മാറി വാ. ആ ഗ്രൗണ്ടിലേക്ക് വാ. ഒന്ന് ഇവിടെ നിന്ന് നിർത്തണം. നമുക്ക് എന്ത് ചെയ്യണം? വണ്ടി നിർത്തണമെങ്കിൽ എന്ത് ചെയ്യണം? ഗിയർ വേണം. എനിക്ക് വണ്ടി ഒന്ന് നിർത്തണം. വേണം. ക്ലച്ച് വേണം. കണ്ട, ക്ലച്ച് ഔട്ടാഞ്ഞോണ്ട് എന്ത് പറ്റി? നമുക്ക് ബ്രേക്ക് ചെയ്യണമെങ്കിൽ കൂടെ എന്ത് വേണ്ടി വരും? റൺ ചെയ്തോണ്ടിരിക്കുന്ന വണ്ടി, അവര് ഗിയറില്ല. അപ്പൊ ബ്രേക്ക് ചെയ്യണമെങ്കിൽ എന്ത് ചെയ്യേണ്ടി വരും? സ്ലോ ആയിട്ട് ക്ലച്ചും ബ്രേക്കും പിടിക്കുക. എന്നിട്ട് നമ്മൾ ചെയ്ത വണ്ടി നമ്മളെ അറിയിച്ചു, ശരിയല്ലേ? വൈബ്രേറ്റ് ചെയ്തോണ്ടിരുന്നു. അതിനർത്ഥം എന്തുവായിരുന്നു? ബ്രേക്ക് കൂടുതലാവുന്നുണ്ട്. അതിന് ഈക്വൽ ആയിട്ട് ക്ലച്ച് വരുന്നില്ല. അതുകൊണ്ടാണ് വണ്ടി വൈബ്രേറ്റ് ചെയ്തോണ്ടിരുന്നത്. അപ്പൊ നമ്മൾ ക്ലച്ച് താഴ്ത്തിയിരുന്നെങ്കിലോ സ്മൂത്ത് ആയിട്ട് വന്ന് നിന്നേനെ. എഞ്ചിൻ ഓഫ് ആകില്ലായിരുന്നു. വണ്ടി നിന്നേനെ നമ്മൾ ഉദ്ദേശിക്കുന്നിടത്ത്. ഞാൻ പറഞ്ഞെടുത്തുനിന്ന് നീങ്ങി പോയിക്കൊണ്ടിരിക്കുകയായിരുന്നു വണ്ടി, ശരിയല്ലേ? കാരണം ഗിയറിനെ പറ്റി ആലോചിച്ച് നിർത്താൻ പോകുന്ന ഒരു വണ്ടിക്ക് നമ്മൾ ഗിയറിനെ പറ്റി ചിന്തിക്കേണ്ട കാര്യമുണ്ടോ? ഇല്ല. നമ്മൾ ടാർഗറ്റ് ഫിക്സ് ചെയ്ത് അവിടെ നിർത്താൻ പോവുക. അപ്പൊ ഗിയറിനെ പറ്റി ആലോചിക്കണം? വേണ്ട. നമ്മൾ ഓടി വന്ന വണ്ടിയാ. നമുക്ക് എങ്ങനെ അതിനെ നിർത്താം? നമുക്ക് അവിടെ നിർത്തിയാൽ മതി നമ്മുടെ ടാർഗറ്റിൽ. അവിടെ ഗിയർ വേണ്ട. വീണ്ടും ഒരു മൂവ്മെന്റ് വേണമെങ്കിലാണ് നമ്മൾ ഗിയർ ഡൗൺ ചെയ്യുന്നത്, ശരിയല്ലേ? ഇപ്പൊ ഒരു ജംഗ്ഷനാണ്. എനിക്ക് അവിടെ നിർത്തുകയും വേണം, മൂവ്മെന്റും വേണം. അപ്പൊ ഞാൻ ഗിയറിനെ പറ്റി ചിന്തിക്കേണ്ടി വരും. അത് ഞാൻ ചിലപ്പോൾ അഡ്വാൻസ് ചെയ്യേണ്ടി വരും. ഞാൻ എക്സ്പീരിയൻസ് അല്ലാത്ത ഒരാളായതുകൊണ്ട് ഞാനത് അഡ്വാൻസ് ഗിയർ ഡൗൺ ചെയ്തിട്ട് പോകേണ്ടി വരും അവിടെ. ഇത് ഞാൻ എൻ്റെ ടാർഗറ്റിൽ നിർത്താൻ പോവായി വണ്ടി. അവിടെ ഞാൻ ഗിയറിനെ പറ്റി ചിന്തിക്കണ്ട, അതിനൊന്നും ചിന്തിക്കണ്ട. ബ്രേക്കും ക്ലച്ചും ഉപയോഗിച്ച് വണ്ടി സേഫായിട്ട് നിർത്തിയാൽ മാത്രം മതി. ഓക്കെയാണ്. നമ്മുടെ ടാർഗറ്റ് കടന്നു പോകാതെ നിൽക്കണം വണ്ടി. ഓക്കെയാണ്. അത് മാത്രമേ അവിടെ ലക്ഷ്യം വെക്കാവുള്ളൂ. പിടികിട്ടുന്നുണ്ടോ സാറിന്? സാറിന് ഒരു മൂവ്മെന്റ് ഇനി വേണം. കണ്ടിന്യൂ ആയിട്ട് മൂവ്മെന്റ് വേണമെങ്കിലാണ് നമ്മൾ ഗിയറിനെ പറ്റി ആലോചിക്കുന്നത്. കുഴപ്പമില്ല, ഞാൻ കുറ്റമല്ല പറഞ്ഞ. ചില കാര്യങ്ങൾ സാറ് മൈൻഡിൽ ഇടാൻ വേണ്ടിട്ട് ഞാൻ പറഞ്ഞു. എനിക്കിനി ഇവിടുന്ന് മൂവ്മെന്റ് ചെയ്യണം. എന്ത് വേണം? ഇപ്പൊ ഓഫായി പോയി വണ്ടി. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം? വണ്ടി സ്റ്റാർട്ട് ചെയ്യുക, സ്ലോ ആയിട്ട്. അല്ല, ഈ ഗിയറിൽ കിടക്ക. ഇത് ഏത് ഗിയറല്ല? സെക്കൻഡിലായി. അപ്പൊ എന്ത് ചെയ്യേണ്ടി വരും നമ്മൾ? ആക്ക് ആണോ? ആണ്. ഇനി എന്ത് ചെയ്യേണ്ടി വരും? ഇനി വണ്ടി സ്റ്റാർട്ട് ചെയ്യേണ്ടി വരും. മതി. ഓക്കെ. ഇപ്പൊ രണ്ടാമതൊരു സൗണ്ട് കേൾക്കുന്ന കേട്ടാ, അതായത് കൂടുതൽ നേരം ഹോൾഡ് ചെയ്യുന്നതുകൊണ്ടാ വീണ്ടും സ്റ്റാർട്ടർ ഒന്നുകൂടെ കറങ്ങുന്ന വെച്ചാ കേൾക്കുന്നത്. അത് വേണ്ട. വണ്ടി സ്റ്റാർട്ടായെന്ന് തോന്നി അപ്പൊ താക്കോല് ഡ്രോപ്പ് ചെയ്തേക്കണം. ഓക്കെയാണ്. സാർ ഇരിക്കുന്നത് കംഫർട്ടല്ല, ഒരുപാട് പുറകിലേക്ക് മാറിയായിരിക്കുന്നത്. കൈ എത്തിയല്ലേ എല്ലാം ചെയ്യുന്നത്. ഇത്തിരി മുന്നിലേക്ക് കയറിയിരുന്നു. ആ ലോക്ക് പൊങ്ങിയിട്ടില്ല. അല്ല, ഈ ലോക്ക് പൊങ്ങിയിട്ടില്ല. ഒന്നുകൂടെ പൊക്ക്. ഈ കൈ കൊണ്ട് തന്നെ ഇപ്പൊ ചെയ്തത് തന്നെ. ആ ലോക്ക് ഒന്നുകൂടെ പൊക്കിയാലേ ഈ സീറ്റ് അനക്കാൻ പറ്റുള്ളൂ. പിന്നെ ഇതിലൊരു സെക്കൻഡ്. സീറ്റ് ബെൽറ്റ് ഊരുക.
ഇനി ആ സീറ്റ് ഒന്ന് അറേഞ്ച് ചെയ്ത് ഇനി ഒന്ന് ക്ലച്ച് ഒന്ന് ചവിട്ടി നോക്കി, എത്തി വലിഞ്ഞ് ചവിട്ടേണ്ടി വരരുത്. ഓക്കെ ആണ്, ഇതാണ് കംഫർട്ട്. ശരിയല്ല, നേരത്തെ ഇത്തിലൂടെ വലിഞ്ഞു നിന്നാണ് ചവിട്ടിക്കൊണ്ടിരുന്നത്. ഓക്കെ ആണോ? സീറ്റ് ബെൽറ്റ് എടുക്കും. തണുപ്പ് വച്ചിട്ടില്ല, പോയി പോവാൻ നോക്കും. എനിക്ക് ഇവിടുന്ന് വണ്ടി മുന്നിലേക്ക് പോകണം. സാറ് തന്നെ പറ എന്ത് ചെയ്യണമെന്ന് പറഞ്ഞു. ഇപ്പൊ ഞാൻ ഒരു കാര്യം ചോദിച്ചോട്ടെ, ഞാൻ ഒരു സംശയം ചോദിക്കാം. നമ്മുടെ ഒരു കാല് ക്ലച്ചിലുണ്ട്, ഒരു കാലം എവിടെ ഇരിക്കുന്നത്? അല്ലെങ്കിൽ എന്ത് പറ്റും? റോഡ് നിരപ്പല്ല, വണ്ടിക്ക് ഉരുളാനൊരു അവസരം കിട്ടിയാൽ ഇത് ഉരുണ്ട് പോകും. അപ്പൊ ആ കാല് എവിടെ ഇരിക്കണമായിരുന്നു? മറന്നു പോകരുത്. വണ്ടി ഓൺ ആണെങ്കിലും ഓഫ് ആണെങ്കിലും ബ്രേക്കിൽ ആ കാലുണ്ടാവണം. ആ കാല് സാറിന് എടുക്കണമെന്നുണ്ടെങ്കിൽ ഈ ഹാൻഡ് ബ്രേക്ക് ഓൺ ആക്കണം, അല്ലാതെ ആ കാലെടുത്ത് ഫ്ലോറിൽ വെക്കരുത്. ഓക്കെയാണ്? എനിക്ക് ഇവിടുന്ന് പോവാം. ഇനി എന്ത് ചെയ്യേണ്ടി വരും? സാറ് തന്നെ പറഞ്ഞു. ഇപ്പൊ എന്തുകൊണ്ടായിരിക്കും ഓഫായി പോയത്? ആണല്ലോ. അപ്പൊ അത് തിരിച്ചറിയാൻ നമുക്ക് എന്തുവാ ചെയ്യേണ്ടത്? എങ്ങനെ അറിയാൻ പറ്റും? ആ വൈബ്രേഷൻ വരുമ്പോ അത് ബൈറ്റിംഗ് പോയിന്റിൽ ആവുന്നു അതിനർത്ഥം. നമ്മൾ പിന്നെ റിലീസ് ചെയ്യുന്നതനുസരിച്ച് ആ ബൈറ്റിംഗ് പോയിന്റ് കൂടിക്കൊണ്ടിരിക്കുക, പക്ഷെ ബ്രേക്ക് ചെയ്തിരിക്കുക നമ്മൾ ടയറിനെ മൂവ് ചെയ്യാതിരിക്കാനായിട്ട്. അപ്പൊ എന്ത് പറ്റും? ഓഫ് ആകുക അല്ലാതെ വേറെ മാർഗ്ഗമില്ല. കാരണം എഞ്ചിന് പിന്നെ മുന്നോട്ട് പോകാൻ വഴിയില്ല. ബൈറ്റിംഗ് പോയിന്റിലായി, വണ്ടി ഹാഫ് ക്ലച്ചിലായി, മൂവ്മെന്റിന് റെഡി ആയി എന്ന് തോന്നിക്കുന്നതാണ് ആ വൈബ്രേഷൻ. അപ്പൊ നമ്മൾ എന്ത് ചെയ്യേണ്ടി വരും? ബ്രേക്ക് ലൂസ് ചെയ്ത് കൊടുക്കേണ്ടി വരും. റിലീസ് അല്ല, ലൂസ് ചെയ്യാണ്. നമ്മുടെ ആവശ്യത്തിനത്. എനിക്കിപ്പോ മുന്നിലൊരു തടസ്സമുണ്ട്, അപ്പൊ ലൂസ് ചെയ്ത് കൊടുത്താൽ എന്ത് പറ്റും? ഡയറക്റ്റ് പോയി അതായിട്ട് നമ്മൾ ഹിറ്റ് ചെയ്യും. അപ്പൊ ലൂസിങ് ആണ് വേണ്ടത് അവിടെ. കാരണം എനിക്ക് വണ്ടിയെ ചിലപ്പോൾ ബെൻഡ് ചെയ്യേണ്ടി വരും, ചിലപ്പോൾ അതിനെ നിവർത്തേണ്ടി വരും. ശരിയല്ലേ? ചിലപ്പോൾ ബെൻഡായിരിക്കുന്ന വണ്ടിയായിരിക്കും, ഒരു സൈഡിലേക്ക് ടേൺ എടുത്ത വണ്ടിയായിരിക്കും, അതിനെ സ്ട്രെയിറ്റ് ചെയ്യേണ്ടി വരും. അപ്പൊ ഞാനങ്ങ് വിട്ട് കൊടുത്തു കഴിഞ്ഞാൽ എന്ത് പറ്റും? ഇതങ്ങ് പോകും. എനിക്ക് അതിനെ കൺട്രോൾ ചെയ്യേണ്ടി വരും, അതിനെ ലൂസിങ്ങേ ആകാവുള്ളൂ. നമ്മുടെ ആവശ്യത്തിന് അതിനെ മൂവ്മെന്റ് എടുക്കണം. ഇപ്പോൾ ഓഫായി പോയി, ഇനി എന്ത് ചെയ്യേണ്ടി വരും? സ്റ്റാർട്ട് ചെയ്യും. ന്യൂട്രലാണോ? ഇപ്പൊ ഏത് ഗിയർ ഇട്ട്? അപ്പൊ ഫസ്റ്റിൽ തന്നെ സ്റ്റാർട്ട് ചെയ്യാമായിരുന്നു നമുക്ക്. ശരിയല്ലേ? ഫസ്റ്റ് ഗിയർ ഇട്ട് മുന്നോട്ട് എടുക്കാൻ നോക്കിയപ്പോ ഈ വണ്ടി ഓഫായി പോയി. ക്ലച്ച് ചവിട്ടി ബ്രേക്ക് ചവിട്ടി നമുക്ക് സ്റ്റാർട്ട് ചെയ്യാമായിരുന്നു. ഫസ്റ്റ് ഗിയറിൽ തന്നെ സ്റ്റാർട്ട് ചെയ്യാമായിരുന്നു. ശരിയല്ലേ? അല്ലെങ്കിൽ ന്യൂട്രൽ ഇട്ടിട്ട് സ്റ്റാർട്ട് ചെയ്യണം. ഓക്കെ, സ്റ്റാർട്ട് ചെയ്യും. സ്റ്റാർട്ടായില്ലേ? ഇനി എന്ത് ചെയ്യും? വണ്ടി മുന്നോട്ട് എടുത്തോ, എന്നിട്ട് ഞാൻ പറയാം ഇങ്ങോട്ട് പോകണം. ഇപ്പൊ എന്തായി? ശരിയല്ലേ? ഇനി ആ കാലം ആക്സിലേറ്റർ പോകണ്ട, ആ ബ്രേക്കിൽ തന്നെ വെച്ചോ. ഓക്കെ, ഈ വണ്ടി ഒന്ന് ഫുള്ളൊന്ന് ലെഫ്റ്റിലേക്ക് തിരിച്ച് തിരിക്കും, ഫുള്ളൊന്ന് റൈറ്റിലേക്ക് തിരിച്ച് തിരിക്കും, 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 ഫുള്ളൊന്ന് ലെഫ്റ്റിലേക്ക് തിരിച്ചേ വണ്ടി. സ്റ്റിയറിംഗ് ഞാൻ നോക്കരുത്, ഫുള്ളൊന്ന് ലെഫ്റ്റിലേക്ക് തിരിച്ച്. ബ്രേക്ക് ഒന്നും വേണ്ട, തിരിച്ചോ. ഇതൊരു ഓപ്പൺ സ്പേസ് അല്ലേ, ഫുള്ളൊന്ന് തിരിച്ച്. ഓക്കെ അല്ലേ? റൈറ്റിലേക്ക് ഒന്ന് ഫുള്ള് തിരിച്ച്. പറ്റുന്നുണ്ടോ? പറ്റുന്നുണ്ടോ? കൈ അത് ശ്രദ്ധിക്കുന്നുണ്ടോ? കൈയിലേക്ക് വീണ്ടും ഒന്ന് ലെഫ്റ്റിലേക്ക് ഫുള്ള് തിരിച്ച് തിരിയട്ടെ, തിരിയട്ടെ. നമ്മുടെ രണ്ട് കൈ യൂസ് ചെയ്യും. റൈറ്റിലേക്കും തിരിച്ച്. ഇപ്പോഴും പകുതി ശ്രദ്ധ സ്റ്റിയറിംഗിൽ വരുന്നുണ്ട്. ശരിയല്ലേ? വണ്ടി ഉരുണ്ടോട്ടെ, ബ്രേക്ക് ചെയ്യണ്ട. ലെഫ്റ്റിലേക്ക് ഫുള്ളും തിരിച്ച്, ഫുള്ളും തിരിച്ച്. തിരിയുന്നുണ്ടോ? ബ്രേക്ക് ഒന്നും വേണ്ട, ബ്രേക്ക് ഒന്നും വേണ്ട. ബ്രേക്ക് ഫ്രീ ആക്കിയത് ഞാൻ നേരത്തെ പറഞ്ഞില്ല. വണ്ടി തിരിയുന്നുണ്ടോ? റൈറ്റിലേക്ക് ഒന്ന് ഫുള്ള് തിരിച്ച്. തിരിയുന്നുണ്ടോ? വണ്ടി പോയിക്കൊണ്ടിരിക്കുക. ശരിയല്ലേ? തിരിയുന്നുണ്ട്, പക്ഷെ വണ്ടി പോയിട്ടാ തിരിച്ചുകൊണ്ടിരിക്കുന്നത്. റൈറ്റിലേക്ക് തിരിച്ച്. ഞാൻ പറഞ്ഞ അതല്ല. ഇപ്പൊ ഇത് നോക്കിയാ, റൈറ്റ് ഫുള്ള് തിരിച്ച്. തിരിച്ചാ? എനിക്ക് ആ കാറിന്റെ നേർക്കാ പോകണ്ട, ഒന്ന് നേരെയാക്കി തന്നെ. നടക്കുന്നുണ്ടോ? ചെയ്യാൻ പറ്റുന്നില്ല. കാരണം സാറിന്റെ കൈക്ക് അത് ആ സ്പീഡ് വരുന്നില്ല. എനിക്ക് ആ ബസ്സിന്റെ നേരെ നോക്കി തന്നെ ഈ വണ്ടി. ഓക്കെ അല്ലേ? ലെഫ്റ്റ് ഫുള്ളൊന്ന് തിരിച്ച വണ്ടി, ഫുൾ ടേൺ എടുത്ത വണ്ടിക്ക്, ഫുൾ ടേൺ എടുത്തിരിക്കുന്ന വണ്ടിയാ. ഓക്കെ അല്ലേ? എനിക്ക് ഈ വണ്ടിയെ ഞാൻ പറയുന്ന സ്ഥലത്തേക്ക് ഒന്ന് ആക്കി തരണം. നീങ്ങട്ടെ, ബ്രേക്ക് ചെയ്ത് ലൂസ് ചെയ്യണ്ട. നീങ്ങട്ടെ വണ്ടി. ആ കാറിന്റെ നേരെ ഒന്ന് ആക്കി തന്നെ. കിട്ടുന്നുണ്ടാ? മാറിപ്പോകുന്നില്ലേ? നമ്മുടെ കൈക്ക് ആ സ്പീഡില്ലാണ്ട്. നമ്മുടെ സാറിന്റെ കണ്ണും മനസ്സും അവിടെ വരുന്നുള്ളൂ, കൈ വരുന്നില്ല അതിന്റെ കൂടെ. റൈറ്റ് ഫുള്ള് തിരിച്ച്, ഫുള്ള് തിരിക്കും. ഓക്കെ, ഓക്കെ, കുഴപ്പമില്ല. ബ്രേക്ക് വിട്ടു കൊടുക്കും. ഞാൻ പറയുന്ന ടാർഗറ്റിലേക്ക് ആക്കി തരണം. ആ ബസ്സിന് നേരെ നോക്കി തന്നെ.
ബസ്സിന് നേരെ ആക്കി തരാനാണ് ഞാൻ പറഞ്ഞത്. ശ്രദ്ധ ഇതിൽ വരരുത് കേട്ടാ. നേരെ ആക്കി തന്നെ ബസ്സിന് നേർക്ക്. കിട്ടുന്നുണ്ടാ? കിട്ടുന്നുണ്ടാ? സ്ലോ ആണ് അത് കൈ മൂവ്മെന്റ് ശരിയാകാഞ്ഞിട്ടാ. ലെഫ്റ്റ് ഫുള്ളും തിരിച്ച് അതങ്ങനെ റൊട്ടേറ്റ് ചെയ്ത് വരട്ടെ. നേരെയാക്കി നേരെയാക്കി. ഓക്കെ ആണ്. സാറാ ക്ലച്ച് ഫുള്ള് വിട്ടേക്ക്. കൈയുടെ പൊസിഷൻ എങ്ങനെയാണ്? കൈ വിറയ്ക്കുന്നു, ടെൻഷൻ ആവാതിരിക്കും, ഫ്രീ ആയിട്ട് പിടിക്കും. ഓക്കെ ആണ്. ലെഫ്റ്റ് തിരിക്കേണ്ടി വന്നാ ഇത് കണ്ട, ഈ കൈ റൊട്ടേറ്റ് ചെയ്ത് വരട്ടെ. ഇത് വലിച്ചുകൊണ്ടിരിക്കണം. ഇതിന്റെ മേളിൽ കൂടെ ഇങ്ങനെ വലിച്ചുകൊണ്ടിരിക്കും. ഓക്കെ അല്ലേ? റൈറ്റ് തിരിക്കേണ്ടി വന്നാ ഈ കൈ റൊട്ടേറ്റ് ചെയ്യട്ടെ. ആ റൊട്ടേറ്റ് ചെയ്ത് പോവാ, റൊട്ടേറ്റ് ചെയ്ത് പോവാ, റൊട്ടേറ്റ് ചെയ്ത് പോവാ. ഇങ്ങനെ മറ്റേ കൈ കൊണ്ട് വലിച്ചുകൊണ്ടിരിക്കും. ഇത് വിട്. ഓക്കെ അല്ലേ? ലെഫ്റ്റും തിരിച്ച് വരട്ടെ. 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 ഓക്കെ. ഇപ്പൊ ചെയ്തത് തെറ്റ്. ഈ കൈ ഇങ്ങനെ അകത്തേക്ക് ഇടരുത്. ഈ കൈ ഇങ്ങനെ തന്നെ ഇരിക്കേണ്ടത്. ക്ലച്ച് ഔട്ട്, ക്ലച്ച് ഔട്ട്, ക്ലച്ച് ഔട്ട്. ന്യൂട്രലാക്ക് വണ്ടി. എല്ലാം ഇച്ചിരി ധൃതിയുണ്ട്, ധൃതി വേണ്ട. കൈ ഒരിക്കലും ഇങ്ങനെ വരരുത് അകത്തേക്ക്. ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, കൈ അതിനകത്ത് ഇൻസേർട്ട് ആവരുത്. ഈ വിരലും ഇതിനകത്ത് ഇൻസേർട്ട് ആവരുത്. ശരിയല്ലേ? എങ്ങനെ പിടിക്കാൻ പറ്റുന്നത്? ഇങ്ങനെ മാത്രമേ പിടിക്കാൻ പറ്റുള്ളൂ. ശരിയല്ല? ഇങ്ങനെ കൈ ഇൻസേർട്ട് ആവാതിരിക്കണമെങ്കിൽ ഇങ്ങനെയല്ലേ പിടിക്കാൻ പറ്റുള്ളൂ. കാരണം ഇങ്ങനെ പിടിച്ചാലും ഇൻസേർട്ടായി, ഇങ്ങനെ പിടിച്ചാലും ഇൻസേർട്ടായി. ശരിയല്ലേ? ഇങ്ങനെ എനിക്ക് പിടിക്കാൻ പറ്റുള്ളൂ. എനിക്ക് ടേൺ എടുക്കാൻ പറ്റുന്ന ഇങ്ങനെ ടേൺ എടുക്കാൻ പറ്റുള്ളൂ. കണ്ട? ഓക്കെ ആണ്. ഇതാ ഇങ്ങനെ ടേൺ എടുക്കാൻ പറ്റുള്ളൂ. കണ്ട? ഇപ്പോഴും എന്റെ ഒരു കൈ ഇൻസേർട്ട് ആയിട്ടില്ല അതിനകത്ത്. ആയിട്ടുണ്ടോ? കൈ ഇൻസേർട്ട് ആവണമെങ്കിൽ ഇങ്ങനെ ഇൻസേർട്ടായി, ഇങ്ങനെ ഇൻസേർട്ടായി. ഞാനിത് ഔട്ടറിൽ തന്നെ വെച്ചിരിക്കുന്നത്. ലോക്കായാൽ നമ്മുടെ കൈ വഴങ്ങില്ല, നമ്മൾ വിട്ടുകൊടുക്കില്ല കൈയ്യെ. കാരണം നമ്മുടെ ലക്ഷ്യം റോഡാ. ഇതിനെപ്പറ്റി ശ്രദ്ധിക്കുന്നില്ല. അവിടെ തന്നെ നമ്മൾ കിട്ടുന്നില്ല എന്ന് തോന്നുമ്പോൾ എന്ത് ചെയ്യും? ബലം കൂടുതൽ കൊടുക്കുകയും ചെയ്യത്തുള്ളൂ. ഒരിക്കലും നമ്മൾ ലൂസാക്കില്ല ശരീരം. ശരിയല്ല? ഒന്ന് ലെഫ്റ്റിലേക്ക് തിരിച്ചുകൊണ്ട് തിരിഞ്ഞ തിരിക്കും. അതായിട്ട് നോക്കണ്ട, തിരിച്ചോ, ഫുള്ള് തിരിച്ച്. ഓക്കെ. റൈറ്റിലേക്ക് ഒന്ന് തിരിച്ച്. സ്റ്റിയറിംഗ് തിരിക്കേണ്ട യഥാർത്ഥ രീതി ഇതാണ്. പക്ഷെ ഇത് ഒരിക്കലും നമുക്ക് വേഗത്തിൽ കൺട്രോൾ ചെയ്യാൻ പറ്റില്ല. പറ്റുമോ? നമ്മൾ ഉദ്ദേശിക്കുന്ന പോലെ വണ്ടി തിരിഞ്ഞു. അല്ലെങ്കിൽ നമുക്ക് അത്ര ടൈമിങ് വേണം. നമ്മുടെ വണ്ടിയെ സ്ലോ ചെയ്യാൻ അറിയാൻ പറ്റണം. നമ്മുടെ ടാർഗറ്റിൽ കൃത്യമായിട്ട് തിരിച്ചെടുക്കാൻ പറ്റണം. നമുക്കത് പറ്റില്ല ഇപ്പം. അപ്പൊ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ കൈ കൂടുതൽ ടേൺ എടുത്ത് വിടുക എന്നുള്ളതാണ്. ഓക്കെയാണോ? റൈറ്റും തിരിച്ച്. റൈറ്റ് തിരിയുമ്പോൾ ഇത് കണ്ട, ഈ കൈക്ക് കറക്റ്റ് ആയിട്ടൊരു ടേണിങ് കൊടുക്കണം. വരട്ടെ. ഈ കൈക്ക് കണ്ട, ലെഫ്റ്റ് തിരിയേണ്ടി വന്നാലാ ആ കൈക്ക് ടേണിങ് കൊടുക്കുക. കണ്ട? എപ്പോഴും പിടിച്ചു വെച്ചിരിക്കുന്നതുകൊണ്ടാ കൈ ഇങ്ങനെ ലോക്ക് ആവുന്നത്. പിടിക്കണ്ട. വരട്ടെ. ബലം വേണ്ട. ഈ കയ്യിലും ബലം പിടിക്കുന്നു. വരട്ടെ, വരട്ടെ, വരട്ടെ. കൈ വിട്ട് കളയരുത്. ആ സ്റ്റിയറിംഗിന്റെ കൂടെ ഇത് കണ്ട, ഇങ്ങനെ ടേണായി വരട്ടെ. വന്നാ റൈറ്റിലേക്കും തിരിച്ച്. എടുക്കും. വരട്ടെ, വരട്ടെ. കാണുന്നുണ്ടാ? അത്രേ ഉള്ളൂ. വെറുതെ തിരിക്കണ്ട. ഇതായത് കണ്ട, ഇങ്ങനെ റൊട്ടേറ്റ് ചെയ്തോണ്ടിരുന്നാ മതി ഈ കൈ. ഓക്കെ. ഗ്രിപ്പിംഗ് മാത്രമേ ഉള്ളൂ ഇതില്. റൊട്ടേഷനും ഗ്രിപ്പും മാത്രമേ ഉള്ളൂ. സ്റ്റിയറിംഗ് തിരിക്കേണ്ടത് ഈ കൈ കൊണ്ട് വലിച്ചാ തിരിക്കേണ്ടത്. ടേൺ എടുക്കുന്നത് ഈ വലിക്കുന്ന കൈയാ. ഓക്കെ. ഈ കൈ കൊണ്ട് വലിച്ച് ഇവിടം വരെ കൊണ്ടുവരിക, പിന്നെ ഈ കൈ കൊണ്ട് വലിച്ച് ഇവിടം വരെ കൊണ്ടുവരിക. സ്റ്റിയറിംഗ് തിരിച്ച് പോവാതിരിക്കാനാ ഈ കൈ ഗ്രിപ്പ് ചെയ്ത് വെക്കുന്നത്. ഇത് കണ്ടത്? ഇത് നോക്കിയോ, വലിച്ചു വെച്ചു. ഞാൻ ഈ കൈ വിട്ടാ എന്ത് പറ്റും? ഇത് തിരിച്ചു പോകും. കണ്ട? തിരിച്ച് പോകാതിരിക്കാൻ ഈ കൈ കൊണ്ട് ഗ്രിപ്പ് ചെയ്യുന്നത് നമ്മള്. ഇതിങ്ങനെ റൊട്ടേറ്റ് ചെയ്തോണ്ടിരിക്കുമ്പോ ഗ്രിപ്പുണ്ട്, റിട്ടേൺ പോവില്ല. ആ സമയം കൊണ്ട് ഇങ്ങനെ വലിച്ചു തീർക്കാനും പറ്റും നമുക്ക്. ഒന്ന് ലെഫ്റ്റ് തിരിച്ച്. ഇപ്പൊ വലിക്കുന്നത് കൃത്യമാണ്. ആ കൈ റൊട്ടേറ്റ് ചെയ്യുന്നില്ല എന്ന് മാത്രമേ ഉള്ളൂ. ഒന്ന് റൊട്ടേറ്റും കൂടെ ചെയ്യിച്ച് കറങ്ങി വരട്ടെ. ഇതാ അങ്ങനെ തന്നെ. ആ സമയം കൊണ്ട് ഇതുകൊണ്ട് ഗ്രിപ്പ് ചെയ്തോണ്ടിരിക്കും. അതെ. റൈറ്റ് തിരിച്ച് ഇത് കറങ്ങട്ടെ. ഇത് അതിലേക്ക് ശ്രദ്ധ കൊടുക്കണ്ട. ഈ കൈ കറങ്ങി വാ. ആ കൈ കൊണ്ട് വലിച്ചോണ്ടിരിക്കും. എളുപ്പം വലിച്ചോണ്ടിരിക്കും. എളുപ്പം വലിച്ചോണ്ടിരിക്കും. ഇപ്പോഴും ശരീരത്തിൽ വെയിറ്റ് എടുക്കുന്നുണ്ട്. ഇത് കളിയാക്കുന്നതല്ല സാർ, അങ്ങനെ ചെയ്യുന്നത്. ശരീരം കൊണ്ട് ഭാരം എടുത്താ ഇത് ചെയ്യുന്നത്. ലെഫ്റ്റിലേക്ക് തിരിച്ച് ഈ കൈ കൊണ്ട് വലിച്ചോണ്ടിരിക്കും. ഇത് വെറുതെ അല്ല. ഈ കൈ കൊണ്ട് സ്റ്റിയറിംഗിനെ വലിച്ച് തീർത്തോണം. തിരിക്കും. അതെ. അങ്ങനെ. അങ്ങനെ. ഓക്കെ അല്ലേ? റൈറ്റ് തിരിച്ച്. ഈ കൈ കറങ്ങി വരട്ടെ. ആ കൈ കൊണ്ട് വലിച്ച് തീർക്ക്. പെട്ടെന്ന് വലിക്കും. ഓക്കെ അല്ലേ? ലെഫ്റ്റും തിരിച്ച്. ഈ കൈ എളുപ്പം വാ. ഇത് ഡമ്മി അല്ല ഈ കൈ. ഓക്കെ. റൈറ്റ് തിരിച്ച്. ഓക്കെ ആണോ?
ഞാൻ വണ്ടിക്ക് ഒരു മൂവ്മെന്റ് എടുക്കാൻ പോവാം, വെറുതെ അവിടെ ഇരുന്നു, ബ്രേക്ക് ഒന്ന് വിട്ടേക്ക്. ഞാൻ പറയുന്ന ഡയറക്ഷനിലും തിരിച്ചാൽ മതി. സാറ് ക്ലച്ചും ബ്രേക്കും വിട്ടേക്ക്, അതിനെക്കുറിച്ച് ഓർക്കണ്ട. ഞാൻ പറയുന്ന ഡയറക്ഷനിൽ ഈ വണ്ടി ഒന്ന് തിരിച്ചു തന്നാൽ മതി. ഒന്ന് ലെഫ്റ്റിലേക്ക് തിരിച്ച് ഫുള്ള്. ഓക്കെ അല്ലേ? ഇപ്പൊ ഫുള്ള് തീർന്നില്ലേ? ഇനി ഞാൻ പറയാവേ, അങ്ങനെ തന്നെ ഇരുന്നു. റൈറ്റ് ഒരു ഫുൾ ടേൺ എടുത്തേ വണ്ടിക്ക്. വരട്ടെ, രണ്ടാമത്തെ കൈ ഉപയോഗിച്ചാൽ എളുപ്പം തീരും. ലെഫ്റ്റ് പെട്ടെന്ന് തിരിച്ച്, റൈറ്റ് ഒന്ന് ഫുള്ള് തിരിച്ച് വരട്ടെ. അതേലേക്ക് ശ്രദ്ധ കൊടുക്കരുത്, കൈ ഒന്ന് ഫ്രീ ആക്കി കൊടുത്താൽ മതി. ലെഫ്റ്റ് തിരിച്ച് വരട്ടെ വരട്ടെ. ഓക്കെ, റൈറ്റ് ഫുള്ള് തിരിച്ച്. ഇപ്പോൾ ഒരു ചെറിയ അറപ്പോടെയോടെ അത് പിടിക്കുന്നത്, കുറച്ചുകൂടെ ഫ്രീ ആക്കി കൊടുക്കും. ലെഫ്റ്റ് ഫുള്ള് തിരിച്ച് തിരിയട്ടെ തിരിയട്ടെ. ഓക്കെ, റൈറ്റ് ഒന്ന് ഫുള്ള് തിരിച്ച് വരട്ടെ. ഇപ്പോഴും ഭാരം എടുക്കുന്നുണ്ട്, ചുമ്മാ ഫ്രീ ആക്കുക കുറച്ചുകൂടെ. ലെഫ്റ്റ് തിരിച്ച് തിരിയട്ടെ തിരിയട്ടെ. അതിപ്പോൾ ഒരു കൈ കൊണ്ടല്ലേ തിരിച്ച്, രണ്ട് കൈ കൊണ്ട് റൈറ്റ് തിരിക്കും. റൈറ്റ് ഫുള്ള് തിരിച്ച്. ഓക്കെ ആണ്. ലെഫ്റ്റ് ഒന്ന് ഫുള്ള് തിരിച്ച് പോരാ. അങ്ങനെ ഇപ്പോഴാണ് ഫ്രീ ആയത്. റൈറ്റ് ഒന്ന് ഫുള്ള് തിരിച്ച് വരട്ടെ വരട്ടെ വരട്ടെ. ഇപ്പൊ ഫ്രീ ആയി വരുന്നുണ്ട്, ഞാൻ പറയാവേ, തിരിക്കല്ലേ. അതുമായിട്ടൊരു ബന്ധമില്ല, അത് ചുമ്മാ കൈ ഫ്രീ ആയിട്ട് വർക്ക് ചെയ്യണം കേട്ടാ. ലെഫ്റ്റ് ഒന്ന് ഫുള്ള് തിരിച്ച്. അതിപ്പോ ഫ്രീ ആയി. റൈറ്റ് ഒന്ന് ഫുള്ള് തിരിച്ച് വരട്ടെ വരട്ടെ. ലെഫ്റ്റ് ഒന്ന് ഫുള്ള് തിരിച്ച്, റൈറ്റ് ഒന്ന് ഫുള്ള് തിരിച്ച്, ലെഫ്റ്റ് ഒന്ന് ഫുള്ള് തിരിച്ച്. ഇനി ഞാൻ ഒരു ടാർഗറ്റ് പറയട്ടെ, ഫുള്ള് തിരിച്ചോ. തിരിച്ചാ കറങ്ങി വരുമ്പോ ഒരു കറുത്ത കളറിലൊരു ഗേറ്റ് വരും നമ്മുടെ മുന്നിൽ. ആ ഗേറ്റിന് നേർക്കാക്കി തരണം ഈ വണ്ടി. വെയിറ്റ് വരട്ടെ. നേരെ പിന്നെ തിരിച്ചോണ്ടിരിക്കരുത്. തിരിച്ചാ വീണ്ടും വണ്ടി മാറും. ഓക്കെ അല്ലേ? കൃത്യം ആ ഗേറ്റിന് നേരെ വരുമ്പോ തിരിക്കുന്നത് നിർത്താൻ പറ്റണം. ലെഫ്റ്റ് ഫുള്ള് തിരിച്ച് കറങ്ങി വരുമ്പോ അടുത്തൊരു ഗേറ്റ് ഫുൾ മുന്നിൽ വരും, കറുപ്പ്. അതിന് നേർക്കാക്കി തന്നാ മതി ഈ വണ്ടി. കടന്നുപോയി, ശരിയല്ലേ? അത് നമ്മൾ തിരിച്ചെടുക്കാഞ്ഞിട്ടാ. അത് ഈ ഫ്രെയിമിൽ വരുമ്പോ തൊട്ട് നമ്മൾ അലർട്ട് ആവണം വണ്ടി നേരെയാക്കാൻ. ലെഫ്റ്റ് ഫുള്ള് തിരിച്ച് ഫുള്ള് തിരിഞ്ഞാ കറുത്ത അതേ ഗേറ്റ് വരും മുന്നിൽ, അതിന് നേർക്കാക്കി തന്നെ. ഈ ഫ്രെയിമിൽ വന്നു കഴിയുമ്പോൾ അലർട്ട് ആയാൽ മതി. അഡ്വാൻസ് ആണത്. അങ്ങനെ നേരെയാക്കിയോ. ഓക്കെ അല്ലേ? ലെഫ്റ്റ് ഫുള്ള് തിരിച്ച വീണ്ടും നേരത്തെ കണ്ട അതേ ഗേറ്റ് അതിന് നേർക്ക് വരുമ്പോൾ അത് ഇതിൽ വരുമ്പോൾ തൊട്ട് അലർട്ട് ആയാൽ മതി. വണ്ടി പതിയാണ് നീങ്ങുന്നെങ്കിൽ പതിയെ തിരിച്ച് നേരെയാക്കിയാൽ മതി. കിട്ടി. ഇച്ചിരി കൂടെ നിവരാനുണ്ട്. കണ്ട ആ റണ്ണിങ്ങിൽ വീണ്ടും മാറിക്കൊണ്ടിരിക്കുക, അതിനനുസരിച്ച് അലൈൻ ചെയ്ത് കൊടുക്കണം അതിനെ. വീണ്ടും ലെഫ്റ്റ് ഫുള്ള് തിരിച്ചാ അതേ ഗേറ്റ്, ആ ബ്ലാക്ക് ഗേറ്റ്. ധൃതി പിടിക്കരുത്. വണ്ടി പതിയാണ് ഓടുന്നതെങ്കിൽ പതിയെ തിരിച്ചെടുത്താൽ മതി. കണ്ട, പിന്നെ ബെൻഡ് ആവരുത്. പിന്നെ പോകുന്നതോറും അതിന് നേരെ കറക്റ്റ് ചെയ്ത് കൊടുത്തോണ്ടിരിക്കുക. അതിന് എങ്ങോട്ടൊക്കെ മാറ്റണോ അങ്ങോട്ടെല്ലാം കറക്റ്റ് ചെയ്തോണം. വട്ടം കറങ്ങിയാൽ പിന്നെ തെറ്റും. ഓക്കെ അല്ലേ? വീണ്ടും നോക്ക്. ഒരിക്കലും അത് ഷാർപ്പായിട്ട് വരില്ല, ഓടില്ല. അതിനനുസരിച്ച് കയ്യിൽ മാറ്റം വരുത്തിക്കൊണ്ടിരിക്കേണ്ടി വരും. അത് എങ്ങോട്ടാണോ മാറ്റേണ്ടത് അങ്ങോട്ടെല്ലാം അതിന് ബെൻഡ് കൊടുക്കേണ്ടി വരും, നിവർത്തേണ്ടി വരും. ഓക്കെ ആണ്? വീണ്ടും ലെഫ്റ്റ് ഫുള്ള് തിരിക്കും. ഇനി ഞാൻ അടുത്തടുത്ത വേറെ സ്ഥലങ്ങൾ പറയാം, അതൊന്ന് പറ്റുമോ നോക്കേ. ഓക്കെ ആണോ? കുഴപ്പമില്ല. വീണ്ടും പോവാം. ലെഫ്റ്റ് ഫുള്ള് തിരിക്കും. ആ സിൽവർ കളർ ഒരെണ്ണം വരും, കാറ്. അതിന്റെ നേർക്കാക്കി തവണ്ടി ആയില്ല. അതിനെങ്ങോട്ട് മാറണോ അങ്ങോട്ടെല്ലാം മാറുക. കണ്ട, റൈറ്റ് ഫുള്ള് തിരിക്കും. ഒരു ബ്ലൂ ഗേറ്റ് വരും, ബ്ലൂ. എനിക്ക് അതിന് നേർക്കാക്കി തന്നാൽ മതി. ഓക്കെ അല്ലേ? റൈറ്റ് ഫുള്ള് തിരിക്കും. ലൈറ്റ് ഹൗസിന് നേർക്കാക്കി തരണം. ലൈറ്റ് ഹൗസ് കിട്ടുന്നില്ലെങ്കിൽ കൈ സ്പീഡാക്കിക്കോണം. റൈറ്റ് ഫുള്ള് തിരിക്കും. ഓക്കെ അല്ലേ? ഒരു ബ്ലൂ കാറുണ്ട്, അതിന്റെ നേർക്കാക്കി തരണം. അതിനെ അലൈൻ ചെയ്തുകൊണ്ടിരിക്കുക. അതിന്റെ നേർക്ക് പോകണം എനിക്ക്. കണ്ട, ചിലപ്പോൾ റൈറ്റ് മാറ്റേണ്ടി വരും, ചിലപ്പോൾ ലെഫ്റ്റ് മാറ്റേണ്ടി വരും. കണ്ട, ഓക്കെ അല്ലേ? ലെഫ്റ്റ് ഫുള്ള് തിരിക്കും. ആ സിൽവർ കാറിന് നേരെയാക്കി തരണം. ഓക്കെ ആണ്? ലെഫ്റ്റ് ഫുള്ള് തിരിക്കും. റൈറ്റ് ഫുള്ള് തിരിക്കും. ഒരു ജീപ്പ് കിടപ്പുണ്ടാവും, എനിക്ക് അതിന്റെ നേർക്കൊന്ന് ആക്കി തന്നാൽ മതി. ഓക്കെ ആണ്? വീണ്ടും ലെഫ്റ്റ് ഫുള്ള് തിരിക്കും. ഒരു ഫുട്ബോൾ കോർട്ട് ഉണ്ടാവും, എനിക്ക് അതിന്റെ നേർക്കൊന്ന് ആക്കി തന്നാൽ മതി. അത് വരും. ഇങ്ങനെ തന്നെ ഫ്രണ്ട് നോക്കി ഇരുന്നാൽ മതി. കറങ്ങി വരും തോറും ആ ഫുട്ബോൾ കോർട്ട് വരും. എവിടെ? അതാണ്.
ഓക്കെ അത് കണ്ട് ആ ഫുട്ബോൾ കോർട്ട് അതെ ഇവിടെയായിരുന്നു ആ അതെ ഓക്കെ അല്ലേ ഓക്കെ